എല്ലാ കൂട്ടുകാരെയും എഡ്യൂഫേസിന്റെ ഹിരോഷിമ ദിന ക്വിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും ലൈബ്രറികളാണെങ്കിലും മറ്റുള്ള പല സ്ഥലങ്ങളിലാണെങ്കിലും ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കുന്ന നല്ല മിടുക്കരായ കുട്ടികളായിരിക്കും നിങ്ങൾ. അപ്പൊ ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ ക്വിസ് മത്സരങ്ങളിൽ വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിന്റെ പാർട്ട് 2, 3 നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ പാർട്ട് കാണുന്നവര് ബാക്കിയുള്ള പാർട്ടുകൾ കൂടെ കാണുക. അതുപോലെ തന്നെ വിവിധ ക്വിസ് മത്സരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ, അതിന്റെ വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി 8086453303 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ, ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഹിരോഷിമ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ക്ലാസ്സിന്റെ ക്വിസ് മത്സരത്തിന്റെ വീഡിയോ ക്ലാസ്സിന്റെ ആദ്യത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ലോകത്ത് ആദ്യമായിട്ട് അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലെ മരുഭൂമിയിലാണ്. മെക്സിക്കോയിലെ മരുഭൂമിയിലാണ് ലോകത്ത് ആദ്യമായിട്ട് അണുബോംബ് പരീക്ഷിക്കപ്പെട്ടത്. ഈ സ്ഥലത്തിന്റെ പേരാണ് ട്രിനിറ്റി സൈറ്റ്. ട്രിനിറ്റി സൈറ്റ് എന്ന് പറയുന്ന മെക്സിക്കോയിലെ മരുഭൂമിയിലാണ് ലോകത്ത് ആദ്യമായിട്ട് അണുബോംബ് പരീക്ഷിച്ചത്. അപ്പൊ ഒരു പക്ഷേ ഈ ചോദ്യം വരുമ്പോൾ നമ്മൾ ഹിരോഷിമ, നാഗസാക്കി എന്നൊക്കെ എഴുതാൻ സാധ്യതയുണ്ട്. അപ്പൊ മക്കളെ മനസ്സിലാക്കുക, ലോകത്ത് ആദ്യമായിട്ട് അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലെ മരുഭൂമിയിലാണ്. ആ മരുഭൂമിയുടെ പേര് ട്രിനിറ്റി സൈറ്റ് എന്നാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര് എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തെ അണുബോംബിന്റെ പരീക്ഷണം നടന്നത് മെക്സിക്കോയിലെ മരുഭൂമിയിലായിരുന്നു. ട്രിനിറ്റി സൈറ്റിലാണ് ആ പരീക്ഷണം നടന്നത്. അപ്പൊ ഈ പരീക്ഷണത്തിന്റെ, ആദ്യത്തെ അണുബോംബിന്റെ പരീക്ഷണത്തിന്റെ രഹസ്യ നാമം എന്ന് പറയുന്നത് എന്താണ്? ട്രിനിറ്റി എന്നായിരുന്നു. അപ്പൊ ട്രിനിറ്റി എന്ന് പറയുന്ന രഹസ്യനാമത്തിലാണ് അറിയപ്പെട്ടത്. ആ സ്ഥലം എവിടെയാണ്? ട്രിനിറ്റി സൈറ്റ് എന്നാണ് ആ മരുഭൂമി അറിയപ്പെട്ടത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ വർഷം, ദിവസം എന്നിവ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ട്രിനിറ്റി ടെസ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണമായിട്ടുള്ള ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ വർഷം 1945 ആണ്. 1945 ജൂലൈ 16-നാണ് ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത്. 1945 ജൂലൈ 16-നാണ് ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത്. ഇനി നാലാമത്തെ ചോദ്യം: അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയാണ് മാൻഹട്ടൻ പ്രൊജക്ട്. അണുബോംബ് അല്ലെങ്കിൽ ആറ്റം ബോംബ് വികസിപ്പിക്കാനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേരാണ് മാൻഹട്ടൻ പ്രൊജക്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മാൻഹട്ടൻ പ്രൊജക്ട് ആണ് അണുബോംബ് വികസിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക ആരംഭിച്ച പദ്ധതി. മാൻഹട്ടൻ പ്രൊജക്ടിന്റെ തലവൻ ആരായിരുന്നു? റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. മാൻഹട്ടൻ പ്രൊജക്ടിന്റെ തലവൻ ആരായിരുന്നു? റോബർട്ട് ഓപ്പൺഹൈമർ ആയിരുന്നു മാൻഹട്ടൻ പ്രൊജക്ടിന്റെ തലവൻ. ആറാമത്തെ ചോദ്യം: അണുബോംബിന്റെ പ്രവർത്തന തത്വം എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ ആണ് അണുബോംബിന്റെ പ്രവർത്തന തത്വം. അണുവിഘടനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ എന്നതാണ് അണുബോംബിന്റെ പ്രവർത്തന തത്വം. ഓർത്തു വെക്കുക, അണുബോംബിന്റെ പ്രവർത്തന തത്വം എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ ആണ്. ന്യൂക്ലിയർ ഫിഷനും ഉണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷനും ഉണ്ട്. ന്യൂക്ലിയർ ഫിഷൻ ആണ് അണുബോംബിൽ വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏഴാമത്തെ ചോദ്യം: ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു അണുബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഈ ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഓട്ടോ ഹാൻ ആണ്. ഓട്ടോ ഹാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞരാണ് അണുബോംബിന്റെ പ്രവർത്തന തത്വമായിട്ടുള്ള ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ എട്ടാമത്തെ ചോദ്യം: ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ ആണ് ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു അമേരിക്കയുടെ ആറ്റം ബോംബ് വികസിപ്പിക്കുന്ന പദ്ധതിയായിരുന്നു മാൻഹട്ടൻ പ്രൊജക്ട്. അതിന് നേതൃത്വം നൽകിയത് റോബർട്ട് ഓപ്പൺഹൈമർ ആയിരുന്നു. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഈ പദ്ധതിയുടെ, മാൻഹട്ടൻ പ്രൊജക്ടിന്റെ തലവനായിരുന്ന റോബർട്ട് ഓപ്പൺഹൈമർ ആണ് ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഒൻപതാമത്തെ ചോദ്യം: ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ്? ലോകത്ത് ആദ്യമായിട്ട് അണുബോംബ് ഉപയോഗിച്ച യുദ്ധം
രണ്ടാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ ആണ്. 1939 ആരംഭിച്ച് 45 അവസാനിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ആദ്യമായിട്ട് അണുബോംബ് ഉപയോഗിച്ചത്. 10ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ്? നമ്മൾ പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ആദ്യമായിട്ട് അണുബോംബ് ഉപയോഗിച്ചത്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1939 ആണ്. 11ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം ഏതാണ്? 1939 ആരംഭിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് 1945 ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഏതാണ്? ജപ്പാനാണ്. നമ്മൾ പറഞ്ഞു അമേരിക്കയാണ് ലോകത്ത് ആദ്യമായിട്ട് അണുബോംബ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഏത് രാജ്യത്തിന് എതിരെയാണ് പ്രയോഗിച്ചത്? അത് ജപ്പാനെതിരെയാണ്. അപ്പൊ അണുബോംബ് ആദ്യമായിട്ട് പ്രയോഗിക്കപ്പെട്ട രാജ്യം ജപ്പാനും പ്രയോഗിച്ച രാജ്യം അമേരിക്കയുമാണ്. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? അപ്പൊ നമ്മൾ പറഞ്ഞു ജപ്പാനിലാണ് ആദ്യമായിട്ട് അണുവായുധം പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ജപ്പാനിൽ അണുവായുധം പ്രയോഗിക്കപ്പെടാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം എന്താണ്? അമേരിക്കയുടെ പേൾ ഹാർബർ എന്ന് പറയുന്ന തുറമുഖം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ആക്രമിച്ചതിനെ തുടർന്ന് അതിനുള്ളൊരു പ്രതികാര നടപടി എന്ന രീതിയിലാണ് അമേരിക്ക ജപ്പാനിൽ ആണവായുധം പ്രയോഗിക്കുന്നത്. അപ്പൊ ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത് എന്ന് ചോദിച്ചാൽ പേൾ ഹാർബർ ആക്രമിച്ചതിനെ തുടർന്നാണ് എന്നാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ലോകത്ത് ആദ്യമായിട്ട് അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്കയാണ്. ആർക്കെതിരെയാണ് ഉപയോഗിച്ചത്? ജപ്പാനെതിരെയാണ് ഉപയോഗിച്ചത്. ഇനി ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് പ്രയോഗിച്ചതെന്നാണ് ചോദിക്കുന്നത്. ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് അമേരിക്ക ജപ്പാനിൽ അണുബോംബ് പ്രയോഗിച്ചത്. അപ്പൊ അമേരിക്ക അണുബോംബ് പ്രയോഗിച്ച ജപ്പാനിലെ നഗരങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏതാണ്? അത് ഹിരോഷിമയാണ്. ലോകത്ത് ആദ്യമായിട്ട് അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഹിരോഷിമയാണ്. ജപ്പാനാണ് ഹിരോഷിമ എന്ന് പറയുന്ന അമേരിക്കയാണ് ജപ്പാനിലെ ഹിരോഷിമ എന്ന് പറയുന്ന ഈ നഗരത്തില് ആദ്യമായിട്ട് അണുബോംബ് വർഷിക്കുന്നത്. ഇനി 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിരോഷിമയാണ്. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് ലോകത്ത് ആദ്യമായിട്ട് അണുബോംബ് വർഷിക്കപ്പെട്ട ഹിരോഷിമയാണ് ശാന്തിയുടെ നഗരം എന്ന് അറിയപ്പെട്ടിരുന്നത്. ആ ശാന്തിയുടെ നഗരത്തിലാണ് ആദ്യമായിട്ട് അമേരിക്ക ലോകത്തിൽ അണുബോംബ് വർഷിക്കുന്നത്. 18ാമത്തെ ചോദ്യം, ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഹോൻഷു ദ്വീപുകൾ. ഹോൻഷു ഐലൻഡ്സ് അല്ലെങ്കിൽ ഹോൻഷു ദ്വീപുകളിലാണ് ഹിരോഷിമ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്തത് എവിടെയാണ്? ഹോൻഷു ദ്വീപിലാണ്. ഇനി 19ാമത്തെ ചോദ്യം, ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏതാണ്? ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്ക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലോകത്ത് തന്നെ ആദ്യമായിട്ട് അണുബോംബ് വർഷിച്ചത് അമേരിക്കയാണ്. അപ്പൊ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്ക. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യവും ഇത് തന്നെയാണ്, അമേരിക്ക തന്നെയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചത്. 21ാമത്തെ ചോദ്യം, ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പലപ്പോഴും ചോദിക്കാറുണ്ട് ക്വിസ് മത്സരങ്ങളിലൊക്കെ. അപ്പൊ ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഹാരി എസ് ട്രൂമാൻ. ഓർത്തുവെക്കുക, ഹാരി എസ് ട്രൂമാൻ. ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ബറാക് ഒബാമ. ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ അണുബോംബ് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഹിരോഷിമ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം, 2016 എന്ത് ചെയ്യുന്നത്? ബറാക് ഒബാമ ഹിരോഷിമ സന്ദർശിക്കുന്നത്. അപ്പൊ ഹിരോഷിമയിൽ ബോംബ് ആക്രമണം നടത്തിയതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റുമാർ അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട്
ഹിരോഷിമ അവിടെ ബോംബാക്രമണം നടന്നതിന് ശേഷം സന്ദർശിച്ചത് ബറാക് ഒബാമയാണ് 2016 അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരാണ് എനോളഗെ. എനോളഗെ എന്നാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് പ്രത്യേകം പഠിച്ചു വെക്കുക. എനോളഗെ എന്ന് പറയുന്ന ബോംബർ വിമാനമാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത്. അപ്പൊ ഈ എപ്പിസോഡിലെ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. ഇനി 2 വീഡിയോസ് കൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യും, അതുകൂടെ എല്ലാവരും കാണേണ്ടതാണ്. അപ്പൊ 25ാമത്തെ ചോദ്യം എന്താണ്? അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം എന്നാണ്? 1945 ഓഗസ്റ്റ് 6 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ക്ലാസ്സിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ചേഞ്ചുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നിർദ്ദേശിക്കുക. വീണ്ടും ഇതിന്റെ 2ാമത്തെ ഭാഗവുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.